ഹലോ, കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. കുറേ ദിവസം ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ, ഒരു 10 ദിവസത്തിന് മുകളിലായി. ഫാമിലിയിലൊരു മരണം ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. ഇപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ചാൽ പൊന്നൂട്ടൻ നഴ്സറിയിലെ ശിശുദിനത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുത്തുകോർക്കൽ, പിന്നെ ക്വിസ് മത്സരം, അങ്ങനെ കുറച്ച് മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ആണ്. ഇത് തലേദിവസവും ശിശുദിനത്തിൻ്റെ അന്നൊക്കെ ആയിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അവൻ്റെ നഴ്സറിയിൽ ശിശുദിനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചാച്ചയൊക്കെ ആയിട്ട് ഒരുക്കിയിട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ നഴ്സറിയിൽ കിലുക്കാമ്പെട്ടി എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ നഴ്സറിയിലുള്ള കുട്ടികൾക്ക് കളിക്കുന്ന ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ച് കൊടുക്കാനായിട്ടൊരു ഇത്. അതായത് ഇപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ്, ഇപ്പോൾ കുടുംബശ്രീ അംഗങ്ങൾ, അതുപോലെ തന്നെ തൊഴിലുറപ്പ് അംഗങ്ങൾ, അപ്പോൾ അതുപോലെ നമുക്ക് പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ എല്ലാ രീതിയിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനമൊക്കെ ഉണ്ടായിരുന്നു, ട്രോഫി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ മത്സരങ്ങളിൽ ജയിച്ചവർക്കും ട്രോഫി കൊടുത്തിട്ടുണ്ടായിരുന്നു. പൊന്നൂട്ടനും ട്രോഫിയൊക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ പൊന്നൂട്ടനാണ് വന്ന് മേടിക്കുന്നത്. അവന് ഫുൾ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല, അവന് പനിയും ചുമയൊക്കെ ആയതുകൊണ്ട് വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല മേടിക്കാനായിട്ട്. അപ്പോൾ എനിക്കും ഇപ്പോൾ ചുമയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചുമയൊക്കെയാണ്, കുട്ടികൾക്കൊക്കെ. ഇപ്പോൾ കുറേ ആ ഒരു ശിശുദിനത്തിൻ്റെ അന്ന് പോയത് കേട്ടോ നഴ്സറിയിൽ. പിന്നെ പോയിട്ടില്ല, 5-6 ദിവസമായി അവൻ നഴ്സറിയിലൊക്കെ പോയിട്ട്. ഇപ്പം മരുന്നൊക്കെ കൊടുത്ത് ഉഷാറായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ ഫോട്ടോ ഒക്കെ ഞാനിതിൽ കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കാണാം. അല്ലാതെ നമുക്ക് ഒറ്റയ്ക്കൊന്നും എടുക്കാനായിട്ടൊന്നും കൂട്ടാക്കിയിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ കുറേ ഒരു 10 കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ നഴ്സറിയിൽ. അപ്പോൾ അവരൊക്കെ ഒക്കെ പ്രോത്സാഹന സമ്മാനം കൊടുത്തു. പിന്നെ നമ്മുടെ കൗൺസിലർ ഇക്കയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ, ഈ മന്ത് ലാസ്റ്റൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ വകയായിട്ട് ഞങ്ങൾ നഴ്സറിയിലെ കുട്ടികളുടെ അമ്മമാരുടെ വക ഒരു കേക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കൊക്കെ മുറിച്ച് ഞങ്ങളത് ആഘോഷിച്ചു. പിന്നെ ശിശുദിനത്തിൻ്റെ റാലിയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ പോയിട്ടുള്ളൂ കേട്ടോ. ശിശുദിനത്തിൻ്റെ റാലി ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഇതിൽ ഞാനുണ്ടാവില്ല, കാരണം ഞാൻ ഫോട്ടോ എടുക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും സെറ്റ് സാരി കൊടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ. അപ്പോൾ ഞങ്ങളൊക്കെ അതൊക്കെ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പൊന്നൂട്ട ഈ അറ്റത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ഒരാൾ അങ്ങോട്ട് വിളിച്ച് ഒരാൾ ഇങ്ങോട്ടല്ല നോക്കുന്നത്, കറക്റ്റായിട്ട് ആരും പോസ് ചെയ്യില്ലല്ലോ. പിന്നെ നമ്മൾ ഈ ഗിഫ്റ്റ് നേരത്തെ പറഞ്ഞ കിലുക്കാമ്പെട്ടി എന്ന പരിപാടിയുടെ, അതായത് ഇത് മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ വാർഡിലും ഇത് നടത്തുന്നുണ്ട് കേട്ടോ. എല്ലാ വാർഡിലും എല്ലാ അംഗനവാടികളിലും ഇത് നടത്തുന്നുണ്ട്. അപ്പം കുട്ടികൾക്ക് അവർക്ക് കളിക്കാനും ഇതാക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഐറ്റംസൊക്കെ എല്ലാവരും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പഠിക്കാനും കളിക്കാനൊക്കെ പറ്റി കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പൊന്നൂട്ടൻ നഴ്സറിയിൽ ഒരു കട തുടങ്ങാനുള്ള ഐറ്റംസ് വരെ ഉണ്ട്, അത്രയ്ക്ക് അധികം ഉണ്ടായിരുന്നു. എല്ലാവരും നല്ലപോലെ ഇത് സഹകരിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നല്ലപോലെ കൊടുത്തിട്ടുണ്ട് ഗിഫ്റ്റൊക്കെ. എല്ലാവർക്കും നമുക്ക് എല്ലാം ഹെൽപ്ഫുള്ളായിട്ട്, അതായത് കുറേയൊക്കെ പഠിക്കാൻ പറ്റുന്നൊക്കെ കേട്ടോ. ഞാനും ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് മാത്രമേ ഞങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ കുടുംബശ്രീ അംഗങ്ങളെല്ലാം നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും നല്ല രീതിയിലുള്ള ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ചേട്ടൻ റോക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഫോട്ടോ ഇട്ടോ. ഞാനിതാ കൊടുക്കുന്നുണ്ട് ഗിഫ്റ്റ്. എൻ്റെ ഗിഫ്റ്റും ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. ഞാനും മറ്റേ ഒരു ABCD ഒക്കെ ഉള്ളൊരു ഗിഫ്റ്റാട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് കുട്ടികൾ പഠിക്കാനും പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അവിടുത്തെ സൂപ്പർവൈസറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്ര ഐറ്റംസാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ പെട്ടി പൊളിക്കുന്നതിന് മുമ്പാണ് പെട്ടി പൊളിച്ചപ്പോൾ കണ്ടു ഇത്ര ഐറ്റംസ് ഉണ്ടായിരുന്നു. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഐറ്റംസ് ഉണ്ടായിരുന്നു. ഓരോന്നും കളിക്കാൻ പറ്റുന്നതും കളിക്കുന്നതും പഠിക്കുന്നതായിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ഞാൻ ഈ 8 പോലത്തെ ഞാൻ മേടിച്ചാണ് കേട്ടോ. അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമാണ്. പിന്നെ നമുക്ക് കൗൺസിലർ ഇക്കയുടെ വക ഞങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി ആയിരുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടാട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ, സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. താങ്ക്